ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ശത്രുവായി കണ്ട ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി ആരാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നോക്കാം. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി തെറ്റായ പല പ്ലാനിങ്ങും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ റീഡിങ്ങിൽ അവരുടെ സ്വഭാവം, പെരുമാറ്റം, അവരുടെ വസ്ത്രധാരണ രീതി, ഇതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ദിവസമായിട്ട് അവെയർനെസ് എന്നൊരു മനസ്സിൽ തോന്നുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് അവെയറായിട്ടിരിക്കുക. ചില ആൾക്കാർ ഇങ്ങനെയാണ്, അതായത് നിങ്ങളുടെ മുന്നിൽ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടി മോശം മുഖംമൂടിയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് അങ്ങനെയുള്ള ആൾക്കാരോട് ഉണ്ട് എങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ അവരോട് എന്താണോ തുറന്ന് പറയുന്നത് എല്ലാം ഒന്ന് ലിമിറ്റ് വയ്ക്കുക. കാരണം നമ്മൾ ജാഗരൂകരായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു തെറ്റും സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ്, കാരണം മുന്നത്തെ പോലെ ഇങ്ങനെയുള്ള ശത്രുക്കൾ വീണ്ടും ഉടലെടുത്ത് വന്നിരിക്കുന്നതായിട്ടാണ് കാർഡുകൾ പറയുന്നത്. ഇവിടെ ഈ ഒരു മനുഷ്യൻ്റെ ആ ഒരു മനസ്സ് സ്ഥിരമല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. സ്ഥിരതയില്ലാത്ത മനസ്സോടു കൂടിയാണ് ഇവർ പെരുമാറുന്നത്. അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരു സ്ഥിരതയില്ല. അതായത് ഇവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഒരു പരിവർത്തനത്തിൻ്റെ പ്രോസസ്സ് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ സാധിക്കും. അതായത് ഒരു സമയം ഇവരെ വളരെ വലുതായിട്ട് പറയാൻ ശ്രമിക്കും. ഇവർ വളരെ നല്ല ആളാണ്, ഇവർക്ക് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. പക്ഷേ ഒരു സമയം ഇവരെ തന്നെ വളരെ മോശമായിട്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഈ ചില സമയം സിറ്റുവേഷൻസ് അങ്ങനെ ക്രിയേറ്റ് ആകുന്ന ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വരുവാൻ വേണ്ടി ഇവിടെ എന്തായാലും ഒരു സമയം ഇങ്ങനെ വരും. ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും. അതായത് ഇവർ എത്ര തന്നെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും. ഇവിടെ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡാക്കി വെക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഈ വ്യക്തി. അതായത് രണ്ട് മുഖമുള്ള വ്യക്തി. ഒരു സ്ഥലത്ത് നിങ്ങളോട് വളരെ സ്നേഹത്തിൽ പെരുമാറുക, മറു സൈഡ് നിങ്ങളോട് ഭയങ്കര ദേഷ്യം വച്ച് പുലർത്തുക. ഇവിടെ ഈ വ്യക്തിക്ക് പല്ല് വേദന, കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള കണ്ണിനാണ് വേദന കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു പ്രശ്നം അവിടെ, കണ്ണ് കാഴ്ച കുറയുന്നതോ അല്ലെങ്കിൽ കണ്ണ് റിലേറ്റഡ് ആയിട്ട് എന്തോ പ്രശ്നം ഇവിടേക്ക് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. മനസ്സ് അസ്വസ്ഥമായിട്ടാണ് ഉള്ളത് ഇവരുടെ. ഇവിടെ ലെഫ്റ്റ് സൈഡാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. കണ്ണാവാം, കൈയാവാം, കാലാവാം. ലെഫ്റ്റ് സൈഡിലുള്ള ശരീരഭാഗങ്ങൾക്കാണ് ഇവർക്ക് കൂടുതലായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ളത്. ഇവിടെ ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഓരോന്ന് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സമയത്ത് നിങ്ങൾ ഇവരോട് വഴക്കിട്ടിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി എവിടെയാണോ തെറ്റെന്ന് ആരെങ്കിലും ഇവരെ പറയുന്നത് ആ സമയം ഇവർ ഭയങ്കരമായിട്ട് ആ പറയുന്ന വ്യക്തിയോട് വഴക്കിടും. ഇതേപോലെ നിങ്ങളും പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, എൻ്റെ ഭാഗത്തല്ല തെറ്റ് എന്ന് നിങ്ങൾ ഇവരോട് പറഞ്ഞപ്പോഴാണ് ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളോട് വഴക്കിട്ടത്. ഇവർ മെയിനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ വിചാരങ്ങൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ മുകളിൽ ചാർത്തും. നിങ്ങളാണ് അങ്ങനെ, അല്ലാതെ ഞാനല്ല അങ്ങനെ ഇങ്ങനെ ഒരുമാതിരി പറയത്തില്ലേ. തെറ്റ് ഇവരുടെ ഭാഗത്തായിരിക്കും, പക്ഷെ ഇവർ ഓരോന്ന് ചുമത്തും മറ്റൊരാളുടെ ദേഹത്ത്. നിങ്ങളാണ് അങ്ങനെ ആൾ, ഞാനല്ല അങ്ങനത്തെ ആൾ എന്നുള്ള രീതിയിൽ. അതായത് ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളോട് വഴക്കിടുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും, വേണ്ട എല്ലാം അങ്ങ് വിട്ടുകൊടുക്കാം, നിങ്ങൾ തന്നെയാണ് ശരി, ഞാൻ തെറ്റാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കും. ആ രീതിയിലാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഓരോന്നും ഉണ്ടാവുന്നത്. ഇവിടെ സ്വഭാവം റിലേറ്റഡ് ആയിട്ട് ഒരു മെച്യൂരിറ്റി ഇവർക്കില്ല. ഈ വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചെറിയ കാര്യങ്ങളെ പോലും നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയുന്ന ആളാണ് ഈ വ്യക്തി എങ്കിൽ നിങ്ങളോട് തന്നെ മറ്റൊരാളുടെ സ്വഭാവം ഇവർ പറയുന്നതാണ്. അതായത് ഞാൻ അവരുടെ സ്വഭാവം നോട്ടീസ് ചെയ്തേ, അവർക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ നിങ്ങളോട് നോട്ടീസ് ചെയ്ത് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടും. നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരുടെ സ്വഭാവ ദൂഷ്യം പറയാനോ അവരുടെ സ്വഭാവം എന്താണോ അവരുടെ ലൈഫിൽ ഇറങ്ങിച്ചെല്ലാനോ ഒന്നും നിങ്ങൾ പോകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം അത്രമാത്രം നിങ്ങൾ നോക്കത്തുള്ളൂ. പക്ഷേ ഈ വ്യക്തി അങ്ങനെയല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടും, മറ്റുള്ളവരുടെ സ്വഭാവം എങ്ങനെ, ഇവരെങ്ങനെ അവരെങ്ങനെ അതൊക്കെ നോക്കുന്ന കൂട്ടത്തിലാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ ഒരു കണ്ണും വയ്ക്കുന്നില്ല, പക്ഷേ ഈ വ്യക്തി മറ്റുള്ളവരുടെ മേൽ ഭയങ്കരമായിട്ട് ഒരു കണ്ണ് വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരിലൂടെ മാത്രമല്ല ഇവർക്കറിയാവുന്ന പല ആൾക്കാരിൽ നിന്നും നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ശേഖരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ജാഗരൂകരാകിരിക്കുക ഇവരിലോട്. കാരണം ഈ വ്യക്തി മറ്റുള്ളവരുടെ കൂടെ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇവരുടെ സ്വന്തക്കാരോട് തന്നെ മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെയും മോശം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് അവെയറായിട്ടിരിക്കുക ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജോലിയിൽ വ്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. സമയത്തിന് ആഹാരം കഴിക്കുക, ജോലി ചെയ്യുക, അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഭയങ്കരമായിട്ട് ജോളിയായിട്ട് നിങ്ങളിരിക്കും നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ഈ വ്യക്തി അങ്ങനെയല്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ അവരുടെ ആ ഒരു സന്തോഷം കെടുത്താം, അതിനു വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനു വേണ്ടി തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൃഷ്ടിയും പതിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇതുവരെ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റി എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു അലർട്ട് എന്നുള്ള രീതിയിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ വ്യക്തി ഇവരെ തന്നെ ഭയങ്കര നല്ലതായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഒന്ന് സൂക്ഷിക്കണമെന്ന്. പക്ഷെ ഒരു സമയം ഇങ്ങനെ ഉണ്ടാകും. ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവർ കൺഫ്യൂഷനിലാണ് ഉള്ളത്, എന്ത് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഇവർ ഇരിക്കുന്നത്. ഇവരെപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഇവരുടെ ഇമേജ് നല്ലതാണ് എന്നുള്ള രീതിയിൽ നിരൂപിക്കാൻ ശ്രമിക്കും. കൂടാതെ മറ്റുള്ളവരെ മോശം എന്നുള്ള രീതിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കും ഇവർ. ഇവരുടെ ആ ഒരു ബുദ്ധി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ബുദ്ധിയാണ്. മറ്റുള്ളവരുടെ ലൈഫിൽ എങ്ങനെ മോശം ചെയ്യാം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഇവരുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പാസ്റ്റിൽ ഇവരുടെ കുറിച്ച് എന്തെങ്കിലും കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇവരെപ്പോഴും ഇവരെ ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ ഹീറോയിൻ ആയിട്ടോ ആയിരിക്കും പറഞ്ഞത്. അതായത് വില്ലനെ എല്ലാം തകർത്തിട്ട് മുന്നോട്ട് വന്ന ഒരാളായിട്ട്. അതായത് ഇവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇവർ സ്റ്റോറിയിൽ ഇവരെ പറയുന്നത്. എന്തൊക്കെ മറ്റുള്ളവർ എന്തെങ്കിലും ഭാഗം ഉണ്ട് എങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇവരാണ് അതിൽ മഹത്വമായിട്ടുള്ള ആൾ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളോട് പറയുന്നത് ഇവർ. പാസ്റ്റിൽ എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇവരുടെ ഏറ്റവും വലിയ ആ ഒരു ഇതെന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. അതായത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഇവർക്ക് ഒരു മടിയുമില്ല. ഇവിടെ എന്തായാലും ഇവരുടെ സ്വഭാവത്തെ എത്ര നല്ലതെന്ന് പറയാൻ ശ്രമിച്ചാലും ഇവിടെ ഒരു മുഖംമൂടി നിങ്ങളുടെ മുന്നിൽ ഇവർ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ചൊന്ന് സമയം പോകട്ടെ. കാരണം ഈ വ്യക്തിയുടെ സ്വാർത്ഥത കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരേണ്ടി വരും. കാരണം ആ ഒരു സമയത്ത് ഇവർക്ക് ഇവരുടെ ആ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവരുടെ സ്വാർത്ഥത മാത്രമായിരിക്കും നോക്കുന്നത്, മറ്റുള്ളവരെക്കുറിച്ച് ഓർമ്മിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ചില പ്ലാനിങ് ഈ വ്യക്തിയുടെ ബുദ്ധിയിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്കെതിരായിട്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പല സമയങ്ങളിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ വ്യക്തി ഒട്ടും ശരിയായിട്ടുള്ള വ്യക്തിയല്ല, ഈ വ്യക്തി മോശം വ്യക്തിയാണ്, പല സമയത്തും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ വെറുതെ ഉള്ള തോന്നലാണ് എന്നാണ്. ഈ വ്യക്തി ഡാർക്ക് കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാണ് കൂടുതലായിട്ട് ഇഷ്ടം. ഓറഞ്ച് കളർ, ഡാർക്ക് ഓറഞ്ചൊക്കെ ഇല്ലേ. ഇവിടെ ഇവരുടെ ഇമേജിനെ വളരെ നല്ല രീതിയിൽ, അതായത് ഇവരെപ്പോലെ വ്യക്തി ലോകത്ത് വേറെ ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഇവർ പെൺകുട്ടിയാണ് എങ്കിൽ ഇവർക്ക് വളരെ നീളമുള്ള മുടി ആയിരിക്കത്തില്ല, കുറച്ച് മുടി മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ടുള്ള ആ ഒരു മുടികളൊന്നും ഇവർക്കില്ല. അതായത് ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് മുടി കാണുമല്ലോ, ഇവർക്ക് അങ്ങനെ വലിയ മുടിയൊന്നുമില്ല, നീളം മുടിക്ക് കുറവാണ്. ഇവർക്ക് കറങ്ങാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലും. പിന്നെ ഓരോ ദിവസം കൂടുമ്പോഴും പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത് ഇവരുടെ ഒരു ഷോക്കാണ്. അതായത് സമയം മാറുന്നതനുസരിച്ച് പുതിയ ന്യൂ ഫാഷൻ വരത്തില്ല, ആ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളത് ഇവരുടെ ഒരു ഷോക്കാണ്. അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും പുതിയ പുതിയ രീതിയിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് ഇത് ഫീമെയിലായാലും മെയിലായാലും ഉള്ള സ്വഭാവമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ അത്ര വരുന്ന ഒരു മുടിയുടെ നീളമില്ലേ, ഷോൾഡറിൻ്റെ ആ അത്രേ വരുള്ളൂ ഇവരുടെ ആ ഒരു മുടിയുടെ നീളം, അത്ര വരെ ഉള്ളൂ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് ഉറക്കമില്ലായ്മ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഇവരുടെ കാര്യം ചിന്തിച്ച് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോഴായിരിക്കും ഇവർ ആ ഒരു സമയം തന്നെ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്. അതായത് കാര്യങ്ങളെല്ലാം നോർമലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് തോന്നും ഈ വ്യക്തിയെക്കുറിച്ച് ഓർമ്മ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്യും. അതായത് നിങ്ങൾക്ക് തോന്നും ഈ വ്യക്തി നല്ല വ്യക്തിയാണ്, വെറുതെയാണ് ഞാൻ ഇവരെ സംശയിച്ചത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കും.
ചിലപ്പോൾ ഈ വ്യക്തിയെ സംശയിച്ചത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈശ്വരനോട് പോയി മാപ്പും ചോദിച്ചിട്ടുണ്ട്. ഈശ്വര ക്ഷമിക്കണേ, ഞാൻ ഈ വ്യക്തിയെ സംശയിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് എപ്പോഴാണോ മാപ്പ് ചോദിക്കുന്നത് അപ്പോൾ തന്നെ ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വരികയും ചെയ്യും. അതാണ് ഇവരുടെ സ്വഭാവം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവമേ, ഞാൻ എന്തിനാണ് ഇവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ചത് എന്ന് ദൈവത്തിനോട്. അതായത് ആ ഒരു സമയം ഇവർക്ക് സ്വാർത്ഥത വന്ന് ഇവർ എന്തെങ്കിലും ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഞാൻ വെറുതെ ആണല്ലോ ഈശ്വരനോട് പോയി മാപ്പ് ചോദിച്ചത് എന്ന്. ഇന്നസെൻ്റ് ആണ് നിങ്ങൾ, പക്ഷേ നിങ്ങളുടെ ഈ ഒരു ഇന്നസെൻ്റ് ഊർജ്ജയെ യൂസ് ചെയ്യാണ് ഈ വ്യക്തി എന്ന് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നും, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വരികയും ചെയ്യും. അയ്യോ, ഞാൻ എന്തിനാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്തത് എന്നുള്ള തോന്നൽ വരെ നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം ഇവർക്ക് വേണ്ടി എത്ര നിങ്ങൾ നല്ല ചെയ്താലും ഇവർ നിങ്ങളുടെ ഹൃദയം വിഷമിപ്പിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് 1ഉം 2ഉമല്ല 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയെ വിശ്വസിക്കരുത് എന്നാണ്. പക്ഷെ നിങ്ങളത് മൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും ഇവരെ ട്രസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് ചെയ്യുക, അങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇത്. ഇവിടെ ഇവർക്ക് എന്തെങ്കിലും ദാനം പുണ്യകർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്യും. 4 ആൾ അറിയുന്ന രീതിയിലായിരിക്കും ഇവർ അതിനെ ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരുടെ മുമ്പിലും ഷോ ഓഫ് ചെയ്യുക, ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ. ഇവിടെ ഇവർ സ്വയം ഇവരെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്ന കൂട്ടത്തിലാണ്. അതാണ് ഷോ ഓഫ് എന്ന് ഞാൻ പറഞ്ഞത്. എപ്പോഴും എല്ലാവരുടെയും കണ്ണ് ഇവരിലായിരിക്കണം. ഇവർക്ക് എപ്പോഴും സമൂഹത്തിൽ മാന്യമായിട്ട് ഇരിക്കണം. ഇവരുടെ സ്വഭാവം മോശമാണെന്ന് ആരും പറയുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ആരും ഇവരുടെ കുറ്റവും കുറവും പറയുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇവരുടെ വേറൊരു സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു വ്യക്തി അവരുടെ കഠിനാധ്വാനം കൊണ്ട് എന്തെങ്കിലും ചെയ്യും, അതിൻ്റെ ആ ഒരു ബലം ഏറ്റെടുക്കുന്നത് ചിലപ്പോൾ ഇവരായിരിക്കും. ആ വ്യക്തി ചെയ്തതാണ് ഇത്, പക്ഷേ ഇവരായിരിക്കും പറയുന്നത് ഇവരാണ് ചെയ്തത് എന്ന്. അങ്ങനെ ഒരു സ്വഭാവം ഇവർക്കുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചിരിച്ച് നിങ്ങളെ കുറച്ചും കൂടെ എങ്ങനെ വേദനിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഇവർ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈർഷ്യാഭാവം നിങ്ങളോട് ഭയങ്കരമായിട്ട് ഇവർക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എത്ര തന്നെ നല്ലത് ചെയ്താലും ഇവർ നിങ്ങളെ ഒരിക്കലും പുകഴ്ത്തി പറയത്തില്ല. മറിച്ച് ഇവരെ നിങ്ങൾ എപ്പോഴും പുകഴ്ത്തി പറയണം. ഇവിടെ നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു വിദ്വേഷം ഇവർക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അസൂയയും കുശുമ്പും ഒക്കെ ഉള്ള ഒരു വ്യക്തി, മറ്റൊരാൾ നല്ലതാവുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തി. അപ്പോൾ ഈ വ്യക്തിയെ ഒട്ടും തന്നെ നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ സ്വഭാവം അങ്ങനെയാണ്. ഇവരുടെ ആവശ്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ ഇവർ തയ്യാറാണ്. അല്ലാതെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ ഇവർ ഒരിക്കലും തയ്യാറല്ല. അതായത് ഇവരുടെ അവസരത്തിനൊത്ത് ഇവർ പെരുമാറും. ഇവിടെ നിങ്ങളോടുകൂടി ഇവർ ഏത് രീതിയിലുള്ള പെരുമാറ്റമാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട. മറ്റൊരാളോട് ഇവർ ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്ന് അത് നിങ്ങൾ നോട്ടീസ് ചെയ്യണം. നല്ല പെരുമാറ്റമാണോ മോശം പെരുമാറ്റമാണോ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണം. ഇവിടെ ഒരു വ്യക്തിയുടെ റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒളിച്ചു നിന്ന് നോക്കണം മറ്റൊരു വ്യക്തിയോട് ഈ വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന്. അങ്ങനെ നമുക്ക് മനസ്സിലാവും ഈ വ്യക്തിയുടെ പെരുമാറ്റം എന്താണ് എന്ന്. ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, കർട്ടനിട്ടതുപോലെ ഇവരുടെ ഈ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാവുകയില്ല. നമ്മൾ ഇവർ പറയുന്നതെല്ലാം വിശ്വസിച്ച് ഓരോന്ന് ചെയ്യുകയും ചെയ്യും. അവസാനം നമ്മൾ കുഴിയിൽ ചെന്ന് ചാടുകയും ചെയ്യും. അതുകൊണ്ട് ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ ഇവർ അറിയാതെ തന്നെ മറ്റുള്ളവരോട് ഇവർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നോക്കണം. ഇവിടെ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇത്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും നല്ലത് ഇവർ ചിന്തിക്കുന്നില്ല. അതായത് അത് ഇങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവരങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു കുറവെന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ അതിന് തടുക്കും. അയ്യോ, അത് ചെയ്യേണ്ട, അത് ചെയ്താൽ മോശമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ തടുക്കും അത്. ഇവിടെ ഒരിക്കലും ഇവർ മറ്റുള്ളവരെ പുകഴ്ത്തി പറയത്തില്ല, നിങ്ങളെയും പുകഴ്ത്തി പറയത്തില്ല. ഇവരെല്ലാവരും പുകഴ്ത്തി പറയണം. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ഇവർ മറ്റുള്ളവരോട് പറയും ആ കാര്യം ചെയ്യുന്നത് നിങ്ങളല്ല ഇവരാണ് എന്നായിരിക്കും പറയുന്നത്. ഇവിടെ ഈ വ്യക്തി എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ഒരുമാതിരി മോശം രീതിയിൽ പറയാൻ ശ്രമിക്കുന്നു. കാരണം ഇവർ സ്വയം അങ്ങനെയുള്ള ആളായതുകൊണ്ടാണ് നിങ്ങളെയും മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെയുള്ള ആളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നത്.
മറ്റുള്ളവരുടെ ആ ഒരു ജോലി ഞാനാണ് ചെയ്തത് എന്ന് ഏറ്റെടുക്കുക. ഇവർ ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാവരും ഇവരെ അപ്രീസിയേഷൻ ചെയ്യണം എന്നുള്ള ആ ഒരു ഇതെല്ലാം വളരെ മോശം സ്വഭാവമാണ് ഇവരുടെ. എന്തായാലും നിങ്ങളെക്കുറിച്ച് ഇവർ എത്ര മോശം പറഞ്ഞാലും നിങ്ങളുടെ ആ ഒരു സത്യം എന്താണെന്ന് എല്ലാവരുടെ മുന്നിലും വരുന്നതാണ്. ഇവരുടെ ആ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ഒരേ രീതിയിലുള്ള പാറ്റേൺ നിങ്ങൾക്ക് ഇവരുടെ സ്വഭാവത്തിൽ കാണാൻ സാധിക്കും. അതായത് ഇവരുടെ ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളോട് വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടെയൊക്കെ സംസാരിക്കും. പെട്ടെന്ന് സഡനായിട്ടായിരിക്കും ഇവരുടെ സ്വഭാവം മാറുന്നത്. അപ്പോൾ നിങ്ങളെ ഏതെങ്കിലും ഒരു വലയിൽ ഇവർ ആക്കാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ ഭാഗ്യം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു വലയിൽ നിങ്ങൾ വീഴത്തില്ല. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവരുടെ സത്യം മനസ്സിലാവും, അല്ല എങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട് നിങ്ങൾക്ക് അവരുടെ വലയിൽ വീഴാൻ സാധിക്കത്തില്ല. ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ സമയം നിങ്ങളോട് പറയുന്നത് ഇതാണ്. അതായത് 3 പ്രാവശ്യം 4 പ്രാവശ്യം സമയം നിങ്ങൾക്ക് ഒരു വാർണിംഗ് തന്നു. ഈ വ്യക്തിയെ സൂക്ഷിക്കണം, ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്ന് അവെയർ ആവണമെന്ന്. കാരണം അത്രമാത്രം ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് സമയം നിങ്ങൾക്ക് വാർണിംഗ് തന്നത്. ഈ വ്യക്തി 2 രീതിയിലാണ് ചിന്തിക്കുന്നത്. അതായത് പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. മൈൻഡിൽ വേറൊന്ന് വച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങൾ തുറന്ന ആകാശത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഒരു സംശയം കാണിക്കുന്നുവോ, അതായത് ഈ വ്യക്തി ശരിക്കും നല്ല വ്യക്തിയാണ്, ഈ വ്യക്തി മോശം വ്യക്തിയല്ല എന്നുള്ള രീതിയിൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു, അപ്പോഴൊക്കെ നിങ്ങൾക്ക് കാക്കയെ കാണാൻ സാധിക്കും. അല്ല എങ്കിൽ ലിബറേഡ് ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഇവരുടെ റിയൽ ബിഹേവിയർ എന്താണോ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇവരുടെ യഥാർത്ഥ ബിഹേവിയർ എങ്ങനെയെന്ന് വെച്ചാൽ 2 വ്യക്തികൾ നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരാളോട് നല്ല ബിഹേവ് ചെയ്യും, മറ്റൊരാളോട് മോശം രീതിയിൽ ബിഹേവ് ചെയ്യും. അതാണ് ഇവരുടെ യഥാർത്ഥ ആ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, സ്വഭാവം. അപ്പോൾ പറയുന്നത് ഒന്നായിരിക്കും, പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും. മനസ്സിൽ മറ്റൊന്ന് വച്ചിട്ടായിരിക്കും പുറമേ കാണിക്കുന്നത് പെരുമാറ്റം. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, ഈ വ്യക്തി ഒരിക്കലും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പാസ്റ്റിൽ ഇവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി. പക്ഷേ ഇവർ നിങ്ങളോട് പറയുന്നത് ഇവരുടെ ഭാഗത്ത് ആ ഒരു സിറ്റുവേഷനിൽ തെറ്റില്ല എന്നാണ്. എന്തോ ഒരു കാര്യം മറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. ആ ഒരു കാര്യം ഉറപ്പായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യും. ഈ വ്യക്തിയുടെ ഒരു കാര്യമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ വലിയൊരു കാര്യം നിങ്ങളിൽ നിന്ന് ഇവർ മറച്ചു വെച്ചിട്ടുണ്ട്. ആ കാര്യം ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു ഡൗട്ട് ഈ വ്യക്തിയുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ശരിയാണ്, നിങ്ങൾ ശരിയായിട്ടാണ് ചിന്തിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഭ്രമത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ സ്വഭാവം എന്താണോ അത് പുറത്ത് വരണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനോട് ആർക്കും ഒരു അവസരം കൊടുക്കുന്നില്ല, നിങ്ങളുടെ ഇമോഷൻസ് വച്ച് കളിക്കാൻ. കാരണം അങ്ങനെ ഇങ്ങനെ ആർക്കും നിങ്ങളെ ദുഃഖിപ്പിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കത്തില്ല. ഇവിടെ നിങ്ങളോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, മറ്റുള്ളവരുടെ ഗോസിപ്പ് പറയുക, ഇതൊക്കെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ പോലും നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ജീവിതം നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മേൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റായി പോവും. ഇവിടെ ഈശോൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു അവെയർനെസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലാണ് നിങ്ങളുടെ ആ ഒരു അവെയർനെസ് ഇവിടെ ദൈവം നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഇവിടെ വളരെ ഉണക്കയായിട്ടുള്ള ആളാണ്, വലിയ വണ്ണമൊന്നും ഇല്ലാത്ത ഉണക്കയായിട്ടുള്ള ആളാണ്. പിന്നെ ഇവിടെ കൈ എന്ന് പറയുന്ന ഹാർഡായിട്ടുള്ള കൈയാണ്. അതായത് ഇവർ പുരുഷനായാലും സ്ത്രീ ആയാലും വളരെ ഹാർഡ്നെസ് ആയിട്ടുള്ള കൈയാണ് ഇവരുടേത്. ഇവിടെ കൈവിരലിൽ ഒരു വിരൽ അതായത് ചേർത്ത് വയ്ക്കാതെ ഒരു ഡിഫറൻ്റായിട്ട് ഒന്ന് മറ്റു വിരലുമായിട്ട് അകറ്റി വയ്ക്കുന്നത്. അത് ചെറുവിരലായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ തള്ളവിരലായിരിക്കാം. ഏതോ ഒരു വിരൽ ചേർത്ത് വയ്ക്കാതെ അകറ്റി വയ്ക്കുന്നതായിട്ടുള്ള ഒരിതുണ്ട് ഇവരുടെ കൈപ്പത്തിയിൽ. ഇവിടെ റൈറ്റ് ഹാൻഡിൻ്റെ ആ ഒരു ചെറുവിരലാണ് ഇവർ ഈ മറ്റു വിരലുമായിട്ട് ചേർത്ത് വയ്ക്കാതെ കുറച്ച് അകറ്റി വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്.
ഇതല്ല എങ്കിൽ ആ ഒരു ചെറുവിരലിൽ എന്തെങ്കിലും ബർത്ത് മാർക്ക് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഇവർക്ക് കുഴപ്പമില്ല, ഇവരുടെ ടാർഗറ്റ് പൂർത്തിയാക്കണം, അങ്ങനെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഭയങ്കര അത്യാർത്തിയാണ് ഇവർ. എന്തെങ്കിലും കിട്ടുമെന്നറിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു അത്യാഗ്രഹം കാണിക്കും. അതായത് ആ ഒരു അത്യാഗ്രഹത്തിൽ ആ ഓപ്പോസിറ്റിലെ വ്യക്തിയിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നത് ഉപയോഗമാണോ അതോ നഷ്ടമാണോ എന്ന് ചിന്തിക്കത്തില്ല. ഇവരുടെ അത്യാഗ്രഹം അത് മാത്രമേ ഇവർ നോക്കത്തുള്ളൂ. ഇവിടെ വിജയിക്കാൻ വേണ്ടി ശരിയായ വഴി പോകണോ അതോ തെറ്റായ വഴി പോകണോ അങ്ങനെ ചിന്തിക്കത്തില്ല. വിജയിക്കണം അത് മാത്രമേ ഇവർ ചിന്തിക്കത്തുള്ളൂ. ഇപ്പോഴും നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഹൈഡാക്കി വെച്ചൊക്കെയാണ് ചെയ്യുന്നത് ഇവർ. ഇവിടെ എന്തോ ഒരു കാര്യം ഇപ്പോഴും ഇവർ നിങ്ങളിൽ നിന്ന് ഹൈഡാക്കി വെച്ചൊക്കെയാണ്. പക്ഷെ സമയമാകുമ്പോൾ ഉറപ്പായിട്ടും അത് റിവീൽ ആവുന്നതാണ്. ചില കാര്യങ്ങൾ സമയം നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ചില ഡൗട്ടുണ്ട്, ദൈവമേ ഈ ഒരു കാര്യം മാത്രം പുറത്ത് വരരുത് എന്ന്. ചിലപ്പോൾ ആ ഒരു കാര്യമായിരിക്കും പുറത്ത് വരാൻ പോകുന്നത്. ഇവിടെ എന്തായാലും എന്തോ ഒരു കാര്യം മറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അന്തരാത്മാവിനറിയാം അതെന്ത് കാര്യമാണെന്ന്. അത് ഉറപ്പായിട്ടും പുറത്ത് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ സന്തോഷത്തിലും വളരെ വലിയ കണ്ണ് ഇവർക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വർക്കിൽ എല്ലാത്തിലും ഇവരുടെ കണ്ണ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പിറകിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് വളരെ മോശം ഇവർ പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഈ വ്യക്തിയോട് ഒരു അവയർനെസ് വയ്ക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം കിട്ടിയാൽ നിങ്ങൾ ഇവരോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ സന്തോഷം അവർക്കൊട്ടും ഇഷ്ടപ്പെടത്തില്ല. അതെങ്ങനെ തകർക്കാമെന്നായിരിക്കും ഇവർ നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവരോട് പറയരുത് നിങ്ങൾ. അതായത് ഇവർ നിങ്ങളുടെ ആ ഒരു വിശ്വാസം പിടിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒന്നും പറയരുത്. അപ്പോൾ ഈ വ്യക്തിയോട് നിങ്ങളൊരു അന്ധവിശ്വാസം വയ്ക്കരുത്. കാരണം വിശ്വസിക്കാൻ പാകമായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ സന്തോഷത്തിന് വേണ്ടി ഇവർ എന്ത് കള്ളവും ആരോടും പറയുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് ഇവരുടെ സന്തോഷമാണ് പ്രധാനം. അതിനുവേണ്ടി ആരുടെ ഹൃദയം തകർക്കാൻ ഇവർക്കൊരു മടിയുമില്ല. ഇവിടെ നിങ്ങളുടെ സന്തോഷത്തെ തകിടം മറിക്കാൻ ഇവർ എത്ര തന്നെ ശ്രമിച്ചാൽ ഇവർക്ക് ഒന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ള സന്തോഷം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. കാരണം ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. കൂടാതെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. വളരെ മോശമായിട്ടുള്ള നെഗറ്റീവ് ഊർജ്ജമാണ് ഇവരുടേത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ കാർമിക്കായിട്ടുള്ള വ്യക്തിയാണിത്. കർമ്മം കൊണ്ട് നിങ്ങൾ ഒന്നായവരാണ്. കാർമിക്കായിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഇത് തീർക്കാൻ വേണ്ടി വന്നതാണ് ഈ ജന്മത്തിൽ ശത്രുവായിട്ട്. ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങളോട് മോശം ചെയ്തപ്പോഴെല്ലാം നിങ്ങൾ ഈശ്വരനോട് ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും അറിയായിരുന്നു. ഈ വ്യക്തി ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടമാകുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു കാര്യം നോക്കാതെ ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും ഇവർ മോശ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്താണോ നഷ്ടമായത് അതിൻ്റെ ആ ഒരു നികത്തൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു കാര്യമാണ് ഇവർ നഷ്ടപ്പെടുത്തിയത്. ഇവിടെ ഇന്ന് ഇവർ നിങ്ങൾക്ക് വിഷമം തന്നിട്ടുണ്ടെങ്കിൽ നാളെ ഇവർക്ക് വിഷമം കിട്ടുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ കൂടെ വളരെ മോശം രീതിയിലുള്ള പ്ലേ ആണ് ഇവർ പ്ലേ ചെയ്തത്. അപ്പോൾ ദൈവത്തിന് അത് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ദൈവം ഇതിൻ്റെ ആ ഒരു ഇത് അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. കർമ്മം ഒരിക്കലും കാലിയായി പോവത്തില്ല. ആരെന്ത് കർമ്മം ചെയ്തോ അതിൻ്റെ ബലം അവർ അനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ. അത് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.